നമസ്കാരം. സി മലയാളം ന്യൂസിൽ ഇന്നുള്ളത് ചാണ്ടി ഉമ്മൻ MLA ആണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പം MLA ആയിട്ടുള്ള രണ്ടാമത്തെ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. എന്ത് പറയുന്നു പുതുപ്പള്ളിയിലെ ആളുകളൊക്കെ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് പരിപാടികൾ പുതുപ്പള്ളിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് അപ്പം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ചുള്ളത്. ഇപ്പം രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു കുറച്ച് ദിവസം മുമ്പ് സാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാടെയും ചേലക്കരയും ഒക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയം കോൺഗ്രസിനകത്തൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും താങ്കളൊന്ന് മാറ്റി? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അന്ന് നടന്നൊരു കാര്യം. അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോലും ഇപ്പോൾ ഞാനത് കരുതുന്നില്ല. ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാനതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞതല്ല. ശരി, മാറ്റി നിർത്തിയെന്ന് തോന്നുന്നുള്ള കാരണം? അല്ല, മാറ്റി നിർത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അർത്ഥം എന്താ, പാർട്ടി നമുക്കൊരു പ്രയോറിറ്റി ഇഷ്യൂ തരും. ആ പ്രയോറിറ്റി പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രയോറിറ്റി തിരഞ്ഞെടുത്തു, വയനാടും തിരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ പാലക്കാടും ചേലക്കരയും പാർട്ടി പറയുന്നിടത്ത് പോകാനും പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതിനാണ്. വേറെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് പോയപ്പോൾ വിളിച്ചിരുന്നു താങ്കളുടെ നേതാക്കളെ? പലരും സംസാരിച്ചിരുന്നു. APC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, പല ലീഡേഴ്സ് സംസാരിച്ചു. പിന്നീട് അത് പരാതികളൊന്നുമായിട്ട് മുന്നോട്ടൊന്നും പോയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു പരാതി, അതെല്ലാം അടഞ്ഞ അധ്യായത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം സരീനും ഒക്കെ ആയിട്ട് താങ്കൾക്ക് നല്ല അടുപ്പമില്ല, കാരണം വർഷങ്ങളായി കോൺഗ്രസ്സിലുള്ള ഒരു നേതാവാണ് സരീൻ. അല്ലാതെ പുള്ളി പുറത്തു പോകാമല്ലോ. പുള്ളിക്ക് ഇനി പാർട്ടിയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ ഡിസിഷൻ വരുമ്പോൾ ഞാൻ സരീനെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം എന്നെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞു. അതോടെ പൊളിറ്റിക്കലായിട്ട് ഒരു കണക്ഷനും പിന്നെ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തെ കാര്യം എങ്ങനെയാണ്? അല്ല, രാഹുൽ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടത്തി പഠിച്ച ഒരു പയ്യനാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ NSU സെക്രട്ടറി ആയിട്ടും KSU പ്രസിഡൻ്റായിട്ടുമൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു 10-14 വർഷത്തെങ്കിലും പരിചയം തമ്മിലുണ്ട്. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, എനിക്ക് വേണ്ടി പലതവണ എന്നെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം വലിയ അടുത്തൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഈ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടം അടക്കം താങ്കൾക്കൊപ്പം പ്രചരണത്തിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി അവിടെ പ്രചരണത്തിന് പങ്കെടുക്കാൻ പോകാതിരുന്നതിലൊരു സങ്കടം അല്ലേ? അത് തന്നെ കള്ളമാണല്ലോ. അങ്ങൊരു കള്ളം പറഞ്ഞാണല്ലോ ഇല്ലാത്ത കാര്യം പറയണേ. ഞാനവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. കൺവെൻഷന് പോയിരുന്നു. 2 ദിവസവും പാർട്ടി പറഞ്ഞിട്ട് പോയിരുന്നു. രാഹുൽ എന്നെ വിളിച്ചിട്ട് പോയിരുന്നു. അപ്പം എന്തിനൊക്കെയാണ് വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ശരിയല്ല. അത് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ശരിയല്ല. ഞാനവിടെ പ്രചരണത്തിന് പോയിരുന്നു. പക്ഷേ അത്രയും സമയം പോകാത്തതിന് കാരണം ഞാൻ പറഞ്ഞു, അതിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഈ കോൺഗ്രസിന് മുമ്പുള്ള ഏറ്റവും വലിയത്. ആ തെരഞ്ഞെടുപ്പിനെ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ നോക്കിക്കാണുമ്പോൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു നല്ല രീതിയിൽ തന്നെ പോകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കിട്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടി, ഇപ്പോൾ നടന്ന ബൈ ഇലക്ഷൻസിലും അത് കിട്ടിയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ എന്താ പറയുക, ഒരു ത്രികോണ മത്സരം, ശക്തമായ പോരാട്ടം, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരായിരിക്കും വിജയിക്കുന്ന ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അട്ടിമറിച്ചൊരു വിജയമായിരുന്നില്ലേ പാലക്കാട്? കൺഫ്യൂഷൻ ഞാനെന്ന് പറയും, എന്ത് കൺഫ്യൂഷൻ നിങ്ങൾക്കാണ്. നിങ്ങളാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും നിങ്ങളാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയുന്നതും. ഞങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഞങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു വലിയ വിജയം കിട്ടും. പക്ഷേ ചരിത്ര വിജയമാണ് അദ്ദേഹം നേടിയത്. ഒരു പടി കൂടി കടന്ന് ചരിത്ര വിജയം നേടിയത്. അത് പാലക്കാട് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം, പാർട്ടിക്ക് കൊടുത്ത അംഗീകാരം, UDF കൊടുത്ത അംഗീകാരമാണ്. യാതൊരു സംശയമില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലരും ഒരു വിമർശനമായൊക്കെ ഈ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉയർത്തുന്ന ഒരു കാര്യമാണ്. VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു, യുവ നേതാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് തോന്നിയിരുന്നു? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇല്ലാത്ത കാര്യം ഇത് ഈ മാധ്യമങ്ങൾ പറയുന്നതിന് നമ്മളെന്തിനാ പ്രതികരിക്കാൻ പോകുന്നത്? ഇപ്പം ഞങ്ങളുടെ എല്ലാ നേതാവാണ് അദ്ദേഹം. ഞങ്ങൾക്കെല്ലാം റെസ്പെക്റ്റും ആദരവുമുള്ള നേതാവാണ് ശ്രീ VD സതീശൻ. അപ്പം ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങളുമായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി. ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ? ഞാനങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാനങ്ങനെ വാക്ക് അവഗണിച്ചു എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും ചുമതലയുള്ള സാഹചര്യത്തിൽ എനിക്ക് ചുമതല ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ദിവസം പോയെന്ന് പറഞ്ഞുള്ളൂ. അതിനെ വേറെ തരത്തിൽ നിങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഇത്രയും ചർച്ച ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ല. ഒരു പ്രശ്നമില്ല. സ്വാഭാവികമല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാവരെയും ഉൾപ്പെടുത്തി പോകണമെന്നൊരാഗ്രഹം കാണും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല.
ഈ രമേശ് ചെന്നിത്തല ആയാലും കെ മുരളീധരൻ ആയാലും ഒക്കെ കോൺഗ്രസ്സിലെ പഴയകാല നേതാക്കളാണ്, ഇപ്പോഴും നേതാക്കൾ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു വി ഡി സതീശൻ്റെ കീഴിലേക്ക് ഒരു കോൺഗ്രസ് മാറുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് ജോയിൻറ്റ് ലീഡർഷിപ്പ് അല്ലേ. ഇവിടെ എല്ലാവരും ജോയിൻ്റായിട്ട് നയിക്കുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ നമുക്കുള്ളത്. പാർട്ടി ഒറ്റക്കെട്ടാണ്. അതിനെ പാർട്ടിക്ക് എതിരായിട്ടുള്ളവരിങ്ങനെ പലതും കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിന് ഞങ്ങൾ ചെവി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നൊരു പരിഗണന പാർട്ടിക്കകത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ പരിഗണനയുടെ ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തകനായി 25 വർഷത്തോളം പ്രവർത്തിച്ചത് ഏതെങ്കിലും പരിഗണനയ്ക്ക് വേണ്ടിയാണോ? ഏതെങ്കിലും പരിഗണനയോ സ്ഥാനം കിട്ടാനാണോ? അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള പരിഗണന ജനങ്ങൾ തരുന്നുണ്ട്, പാർട്ടി നേതൃത്വം തരുന്നുണ്ട്, പാർട്ടിക്കാർ തരുന്നുണ്ട്. പക്ഷേ ആ പരിഗണനയ്ക്ക് വേണ്ടിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എൻ്റെ കുറച്ച് ആദർശങ്ങളുണ്ട്, ആ ആദർശത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. പുതുപ്പള്ളിയുടെ ഒരു വികസനം ആണ് ഇനി എന്താണ് മുമ്പിലുള്ളത്? കാരണം ഉമ്മൻചാണ്ടി സാറ് തുടങ്ങി വെച്ച പല പദ്ധതികളും ഇനിയും ബാക്കിയുണ്ട് അവിടെ പുതുപ്പള്ളിയിൽ. പുതുപ്പള്ളിയോട് സർക്കാർ അവഗണനയാണ് കാണിക്കുന്നത്. പുതുപ്പള്ളി MLA എന്നെ അവഗണിക്കുന്നു, പുതുപ്പള്ളിയെ അവഗണിക്കുന്നു. പുതുപ്പള്ളിയുടെ വികസനത്തിന് തടസ്സം ഈ സർക്കാരാണ്. ഈ സർക്കാരിനെതിരെ അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട്, അത് മുഖ്യമന്ത്രിയുടെയും നിലപാടാണ്, അവിടുത്തെ മന്ത്രിമാരുടെ നിലപാടാണ്. ശക്തമായ എതിർപ്പ് ആ കാര്യത്തിൽ ഞങ്ങൾ തുടരും. കാരണം കഴിഞ്ഞ ദിവസം ഒരു ബസ് തുടങ്ങി, അറിയിക്കുക പോലും ചെയ്തില്ല. ഞാനിത് പറയാൻ വേണ്ടി മന്ത്രിയെ വിളിച്ചു, ഫോൺ എടുത്തില്ല. സ്ഥിരം എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മൊത്തം അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു മൃഗാശുപത്രി അവിടെ നിന്ന് എടുത്തു മാറ്റി. ജില്ലയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൃഗാശുപത്രി, തിരക്കുള്ള സ്ഥലം, അവിടെ നിന്ന് എടുത്തു മാറ്റി. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതിനെ ഒരു കാരണവശാലും ഏകാധിപത്യപരമായ രീതിയിൽ, ഇവിടെയാണ് ഏകാധിപത്യപരമായ രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പം പുതുപ്പള്ളിയിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, ബസ്സിൻ്റെ കാര്യം. അതേപോലെ തന്നെ മണ്ഡലത്തിൽ MLA എന്ന ഒരു പരിഗണന ഒരു സർക്കാർ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ലേ? ഇല്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ. അല്ലെങ്കിൽ ഒരു ബസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെയും കൂടെ അറിയിക്കില്ലേ? ഞാൻ DTO വിളിച്ചപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് പറയുന്നത്. MLA മറക്കുന്ന DTOമാരും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സ്ഥിരം ഇതാണ്, മറന്നു എന്നും അറിഞ്ഞില്ല എന്നും ഫോണിൽ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മെസ്സേജ് ഇട്ടാൽ മതിയല്ലോ. സ്വാഭാവികമായിട്ട് ഈ DTO തന്നെ എന്നെ വിളിച്ച് വരുത്തി ആ പരിപാടി, ഈ ബസ് തീരുമാനിക്കാനുള്ള പരിപാടി എൻ്റെ നേതൃത്വത്തിൽ അസംബ്ലിയാണ് തീരുമാനിച്ചത്. അന്ന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിൻ്റെ റീല് കാണുമ്പോഴാണ് ഇങ്ങനെ ബസ് വന്നെന്ന് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളെ അവഗണിക്കുവാനുള്ള ശ്രമം അവിടെയുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് തളരത്തില്ല. പക്ഷേ ഇത് ഒരു ശരിയായ പോക്കിലല്ല പോകുന്നത്. ഇപ്പം പുതുപ്പള്ളിക്ക് വേണ്ടിയിട്ട് സർക്കാരിലേക്ക് ഒരു പുതിയ പദ്ധതികൾ വേണം, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ലഭിക്കുന്നത്? അല്ല, സർക്കാർ ഒരു എന്താ പറയുക, മുട്ടാപ്പോക്ക് നയമാണ് പല കാര്യങ്ങളും. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളുടെ ഒരു വൃദ്ധസദനം സമരം നടത്തിയും പ്രശ്നങ്ങളുണ്ടാക്കിയും മന്ത്രിയെ വിളിച്ച് പറഞ്ഞും ഞങ്ങളുടെ വൃദ്ധസദനം കൊണ്ടുപോകുന്നതിന് തടഞ്ഞത്. അത്രയും കാരണം അവിടുത്തെ ആ അമ്മമാരും അച്ഛന്മാരും അവിടെ നിന്ന് മാറി അവർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അവരാണ് അവരുടെ ജീവിതകാലം മൊത്തം സ്പെൻഡ് ചെയ്തു ആ മക്കൾ ഉപേക്ഷയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഒരു ഉപേക്ഷയ്ക്ക് ശേഷം. അവിടുന്ന് പോകാൻ താല്പര്യമില്ല അവർക്ക്. പക്ഷെ അവരെ വീണ്ടും നിർബന്ധപൂർവ്വം സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ അവിടുന്ന് തൊട്ടടുത്താണ് ഹോസ്പിറ്റലുകളെല്ലാം, തൊട്ടടുത്താണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. പക്ഷെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകാം, ഡോർമെറ്ററി മാത്രമുള്ള സ്ഥലത്തേക്ക്. അവിടെ വേണേൽ തുടങ്ങിക്കോട്ടെ. ഞാൻ MLA പറഞ്ഞു, MLA അത് തന്നെ പറഞ്ഞു, അവിടുത്തെ അടുത്തൊരുത്തി MLA തുടങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവിടെ തുടങ്ങിക്കോട്ടെ. ഇത് കൊണ്ടുപോയി തുടങ്ങണം നിർബന്ധം എന്താ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ഇങ്ങനെ ശക്തമായ സമരം നടത്തിയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് മാത്രമാണ് നമുക്ക് അതിന് നീതി കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ കൊണ്ട് പേരിട്ടു ശ്രീ EMSൻ്റെ. EMS മഹാനായ നേതാവ്. പക്ഷേ EMSുമായിട്ട് ഞങ്ങളുടെ മണ്ഡലത്തിന് യാതൊരു ബന്ധവുമില്ല. EMSൻ്റെ പേരിടുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അപ്പോൾ മന്ത്രി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സിവിൽ സ്റ്റേഷന് ഇതിൻ്റെ സാറിൻ്റെ പേരിടും. സിവിൽ സ്റ്റേഷൻ്റെ അവസ്ഥ നിങ്ങൾ പോയി നോക്കിയാൽ മതി. എൻ്റെ പിതാവ് 1 കോടി രൂപ കൊടുത്ത് പണിഞ്ഞതല്ലാതെ 8 വർഷമായിട്ട് അനങ്ങിയിട്ടില്ല. ഇനി അടുത്തൊരു UDF ഗവൺമെൻറ് വരുമ്പോൾ മാത്രമേ അത് പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ ഇനി അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം. ഇവർ പൂർത്തിയാക്കുന്നതിന് പ്രതീക്ഷയും വേണ്ട. അപ്പോൾ ഇതൊക്കെ ബോധപൂർവ്വം സർക്കാർ പുതുപ്പള്ളി അവഗണിക്കുകയും ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതൊന്നും അവിടെ വിലപ്പോകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പം 1 വർഷമായി MLA ആയി തുടരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു MLA ആയ ശേഷമുള്ള 1 വർഷക്കാലം? ഹെക്റ്റിക്കാണ്. ജനങ്ങളുടെ ഇടയിലായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. പിന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടി വന്നു.
എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ജനങ്ങളോടൊപ്പം എങ്ങനെയാണ് നിൽക്കേണ്ടത്, അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളെല്ലാം പഠിക്കുവാനുള്ള അവസരം ഈ ഒരു വർഷക്കാലം ലഭിച്ചു. അതിനൊത്തിരി പേരുടെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ശരിയായ പാതയിലേക്ക് നയിക്കുവാൻ പലരും തങ്ങളുടെ സ്നേഹം കൊണ്ട് മുന്നോട്ട് വന്നു. എല്ലാം ദൈവാനുഗ്രഹത്താൽ നന്നായിപ്പോയി. അപ്പം ഇനിയുള്ള പദ്ധതികൾ, അതായത് പുതുപ്പള്ളിക്ക് ഇനി എന്താണ് വേണ്ടത്? പുതുപ്പള്ളിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് സ്പോർട്സ് അടിസ്ഥാനത്തിലൊരു വികസനം, ഒരു ബിസിനസ് മോഡലായിട്ട് അത് ഡെവലപ്പ് ചെയ്യണം. കാരണം എക്കോണമി എന്നും സർക്കാരിന്, ഏത് സർക്കാരാണെങ്കിലും, ഈ സർക്കാർ മാത്രമല്ല ഏത് സർക്കാരാണെങ്കിലും നമുക്ക് ആശ്രയിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പലരുടെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ മാത്രമേ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുള്ളൂ. അപ്പോൾ സ്പോർട്സ് അടിസ്ഥാനത്തിലും IT അടിസ്ഥാനത്തിലും ഉള്ള ഡെവലപ്മെൻറ്റ്, ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പം കഴിഞ്ഞ MLA ആയതിനു ശേഷമുള്ള ദിവസങ്ങളൊന്ന് പരിശോധിക്കുക, ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ MLA ആയതിനു ശേഷം ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്തായിരുന്നു? അതെ, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഓൾമോസ്റ്റ് 45 lakhs സ്കോളർഷിപ്പ് എൻ്റെ കൈകൊണ്ട് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക്. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം. അതേപോലെ 50 വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പോസിറ്റീവായിട്ട് ഞാൻ കരുതുന്നൊരു കാര്യമാണ്. അപ്പം ഇനിയുള്ള സ്വപ്നം തന്നെ സ്പോർട്സിലേക്കാണോ? സ്പോർട്സ്, അതുപോലെ തന്നെ IT ഒക്കെ എനിക്ക് വലിയ ആഗ്രഹം നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ചിന്തയിൽ ഒരു വളർത്തിയെടുക്കുക കുട്ടികളെ, അല്ലേ? തീർച്ചയായിട്ടും കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അവർക്ക് ഇന്ന് ഒത്തിരി എനർജി ഉണ്ട്. അത് റൈറ്റ് ചാനലൈസേഷൻ നടക്കണം. പുതുപ്പള്ളിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജുണ്ട് RIT. അപ്പോൾ RIT പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് നമുക്ക് അവസരം കൊടുക്കാൻ എവിടെയുണ്ട്? അപ്പം കേരളത്തിൽ തന്നെ അവസരം ഉണ്ടാവണം, നമ്മുടെ നാട്ടിൽ അവസരം ഉണ്ടാവണം, കോട്ടയത്ത് അവസരം ഉണ്ടാവണം. ഇവരെല്ലാം പുറത്ത് പോവുകയാണ്, പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. അതിന് സ്പോർട്സ് ഇൻഡസ്ട്രി ആവണം. കളി മാത്രമല്ല, കളി കാര്യമാവണം. സ്പോർട്സ് ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ മെസ്സി ഇവിടെ കൊണ്ടുവരുവാന്ന് കേട്ടു, 250 കോടി രൂപ മുടക്കി. എനിക്കതിൻ്റെ കണക്ക് മനസ്സിലാവുന്നില്ല. 250 കോടി രൂപ എന്തിനാണ്? എനിക്ക് തെറ്റായ കണക്കാണോ എന്നറിയില്ല. ഞാൻ കേൾക്കുന്നത് 250 കോടി രൂപയെന്നാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? ആ 250 കോടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഒരു മെസ്സി ഉണ്ടാക്കിക്കൂടെ? അതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ സ്പോർട്സുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളാണോ? എനിക്ക് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ്. കാരണം സ്പോർട്സ് നമ്മുടെ കുട്ടികൾക്കുള്ള വേ ഫോർവേഡാണ്, കുട്ടികളെ നന്നായ പാതയിലേക്ക് നയിക്കുവാനുള്ള വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം വിദേശ രാജ്യങ്ങളല്ല. നമ്മളിപ്പം ആരോഗ്യം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ എല്ലാം നമ്മുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണ്. ഇപ്പം നമ്മുടെ സ്പോർട്സും ആ നിലവാരത്തിലേക്ക് വരണം. അത് രാജ്യത്തിന് അഭിമാനമാണ്, സംസ്ഥാനത്തിന് അഭിമാനമാണ്. പക്ഷേ അഭിമാനത്തിനപ്പുറം ഒരു ബിസിനസ്സായി, ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇൻഡസ്ട്രീസ് കുറവാണ്. സ്പോർട്സിനെ ഒരു കായിക വ്യവസായമായി ഡെവലപ്പ് ചെയ്യണം. കുട്ടികളെ അതിലേക്ക് ചാനലൈസ് ചെയ്യണം. അവർ എനർജി ഉപയോഗിക്കണം. നമ്മൾ പഠിത്തം മാത്രമായിരുന്നു, പഠിത്തത്തിനോടൊപ്പം കളിയും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്പോർട്സ് താരമാണോ? ഞാൻ ബാഡ്മിൻ്റൺ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നിരന്തരം കളിക്കും. എനിക്ക് കോളേജിലും സ്കൂളിലും ഒന്നും സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഫുൾ ടൈം സ്കൂൾ തൊട്ടേ ഞാൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് സമയം ഒട്ടും ആ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. കോളേജിലാണെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് യൂണിയൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെയും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പം സ്പോർട്സ് എനിക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ കളിച്ചതിന് തുല്യമാണ്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ അങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്നൊരു പുതിയ കായിക താരങ്ങൾ നമുക്ക് കാണാമല്ലേ? എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും ഉറപ്പും അതാണ്. യാതൊരു സംശയമുണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരു ടർഫ് തുടങ്ങി. സ്കൂൾ കുട്ടികൾ ഫ്രീ ആണ്. 2 ടർഫ് പണി തുടങ്ങാൻ പോവുക. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട്. ഇത് 3ഉം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ കീഴിൽ. അതല്ലാതെ തന്നെ ഞാൻ 3 കോടി രൂപ സർക്കാരിൻ്റെ നിന്ന് മേടിച്ച് 3 സ്വിമ്മിംഗ് പൂള് പണിയാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു IHRDയുടെ അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്പോർട്സിന് ഞാൻ പ്രാമുഖ്യം കൊടുത്താണ് എൻ്റെ ഒരു ഫോക്കസ്. അപ്പം വെറും വാക്കല്ല സ്പോർട്സിനോടുള്ള സ്നേഹം. തീർച്ചയായിട്ടും. കാരണം ഞാൻ സ്പോർട്സിനെ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് എൻ്റെ അടുത്തൊരു അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇവർക്ക് കളിക്കുവാൻ, ഒരു കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു പിള്ളേർക്ക് കളിക്കുള്ള സ്ഥലം ഉണ്ടാക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ. കാരണം ഞാൻ കളിക്കണമെന്ന് ആഗ്രഹിച്ചുള്ള വ്യക്തിയാണ്. ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു എൽ ഷേപ്പിലാണ്. ഇപ്പോൾ 4 അടിച്ച അപ്പുറത്തോട്ടാണ്, 6 അടിച്ച അപ്പുറത്ത് വീട്ടിലോട്ടാണ്. അപ്പോൾ ഒരു കളിക്കാനേ പറ്റാത്ത സാഹചര്യം. അപ്പം നമ്മുടെ കുട്ടികൾ കളിക്കാൻ സാഹചര്യം ഇല്ലാതെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ബാഡ്മിൻ്റൺ ആണെങ്കിൽ ഈ ഒരു ഗേറ്റാണ് ഞങ്ങളുടെ നെറ്റ്. അപ്പോൾ അതുകൊണ്ട്
ഇപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ സഹോദരങ്ങൾക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ എടുക്കുക. കാരണം എനിക്കൊരു ഉത്തരവാദിത്തത്തിൽ അത് വെച്ചാണ് നമ്മുടെ ഒരു വേ ഫോർവേഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച്. അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നില്ല. വാഗ്ദാനങ്ങൾ നൽകുന്ന എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. അതിൻ്റെ അപ്പുറം നമ്മൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഒരു സെൻറ്റർ ആക്കണം എന്നുള്ളത് ഞാൻ മനസ്സിൽ തുടക്കം തൊട്ട് കുറിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ വാഗ്ദാനം കൊടുത്തില്ല. അതിന് പകരം അത് നടത്തിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ജനങ്ങളൊക്കെ ഹാപ്പിയാണോ പുതുപ്പള്ളിയിലെ? ചില പരാതികളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ ലോകത്തിൻ്റെ വഴികാട്ടിയാണ്. അദ്ദേഹം സർവ്വ സമ്മേളനം 100 വർഷങ്ങൾക്ക് മുമ്പ് നടത്തി. ആ സർവ്വ സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് ഇവിടുത്തെ ശിവരി മഠത്തിലെ സന്യാസിമാർക്ക് തോന്നിയപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞ കുറച്ച് നാളുകളായി, 1 വർഷമായി MLA ആയതിനു ശേഷം എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം നവംബർ തൊട്ട് ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റിലും അതുപോലെ തന്നെ നവംബറിലുമൊക്കെ ഇതിനു വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റേതായ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്ന് ചില തരത്തിലെങ്കിലും അവർക്ക് വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, രാജ്യത്ത് സമാധാനം ഉണ്ടാവണം, അതിനെ ഒരു വഴികാട്ടിയായിട്ടുള്ള ഗുരുദേവൻ്റെ ശബ്ദം ലോകം കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൊണ്ട് നിർവഹിക്കാനുള്ളതാണ് കുറച്ച് മാറി നിന്നത്. പക്ഷേ ഞാൻ മണ്ഡലം വിട്ട് മണ്ഡലത്തിൽ തന്നെയാണ് താമസം, മണ്ഡലത്തിൽ തന്നെ എല്ലാ വീട്ടിലും നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് തുടരും. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ ശിവരി മഠം ഏൽപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. പണ്ട് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, പുതുപ്പള്ളി വീടിൽ എപ്പോഴും ആൾക്കാരാണ്, വലിയ ബഹളമാണ് കേട്ടത്. ഇപ്പോഴും അതേ ആൾക്കാർ തന്നെ അദ്ദേഹത്തെ കുറഞ്ഞും കൂടിയൊക്കെ തന്നെ വന്നും പോയി നിൽക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഇനി മണ്ഡലത്തിൽ കൂടുതൽ സമയം ഇപ്പോൾ ഉണ്ടാവും? അതെ, മണ്ഡലത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇന്നലെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മണ്ഡലത്തിൽ തന്നെയാണ്. ഞാനിന്നിപ്പോൾ സമരമുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നത് തിരിച്ചു പോകുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ആൾക്കാർ പല വിഭാഗത്തിലുള്ള ആൾക്കാർ, പല മേഖലയിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ വരെ അവിടെ വന്നിട്ടാണ് പ്രചരണ പരിപാടികൾ തുടയ്ക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതൊരു ആൾക്കാരുടെ ഒരു സ്നേഹം നിലനിൽക്കുന്നു. ആൾക്കാർക്ക് ഇന്നും അവിടെ വരുന്നതിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം, എനിക്കിപ്പോൾ അവരുടെ അടുത്ത് വരണമെന്നോ വരണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തരുടെ വിശ്വാസം, അവരവരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ. അപ്പം അദ്ദേഹത്തുമായിട്ടുള്ള ആത്മബന്ധമുള്ളവർ അവർ വരുമ്പോൾ, അവർക്കൊരു സ്നേഹം പറയാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കരുതലായിരുന്ന ഒരാൾ അന്നില്ല, അപ്പം അവർക്ക് ആ സ്നേഹം കാണിക്കാൻ അവരവിടെ വരും. അതിന് പ്രത്യേകമായ നന്ദിയും കരുതലും മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ. ഈ കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു വലിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ആ ഒരു സ്നേഹം തന്നെയായിരിക്കും ജനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത്. ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്ത് ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? ക്രിസ്മസ് അദ്ദേഹം പക്ഷേ ക്രിസ്മസിനോട് നിൽക്കുമായിരുന്നു. പക്ഷേ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാലോ എല്ലാം അങ്ങ് പോകും. മണ്ഡലത്തിലെ പല പരിപാടികൾ അവിടെ നടക്കുന്നതനുസരിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളും ചിലപ്പോൾ കൂടത്തിൽ പോകും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം ഒരുമിച്ച് അവിടെയാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ സമയം ക്രിസ്മസിൻ്റെ അന്ന് എന്തായാലുണ്ട്. ഇനി ഈ വരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ്? ആഘോഷം അറിയില്ല. ഞാൻ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ എനിക്ക് മണ്ഡലത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഡിസ്കഷൻ, ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഡിസ്കഷൻ നടത്താൻ വേണ്ടി ചില ബാംഗ്ലൂരിൽ നിന്ന് പോയെന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല എവിടെയാണ് എന്നുള്ളത്. അപ്പം ബാംഗ്ലൂർ ആണെങ്കിലും എനിക്കൊരു മാനസികമായ ഒരു ചെറിയ അടുപ്പമെന്ന് വെച്ചാൽ ഞാനവിടെ 1 വർഷം പഠിച്ചിരുന്നു. എൻ്റെ പിതാവ് മരണപ്പെട്ടത് അവിടെ വെച്ചാണ്. അപ്പം അവിടെയും നമുക്ക് ഒത്തിരി പേര് പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ കൂട്ടി ഒന്ന് വായിക്കണം. താങ്കളുടെ മണ്ഡലത്തിലേക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് സഹായങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ UDF MLA-മാരുടെ മണ്ഡലത്തിലേക്ക് ഇത്തരത്തിൽ സഹായം കൊടുക്കുന്നതിന് വലിയ രീതിയിൽ പിശക്ക് സർക്കാർ കാണിക്കുന്നു. സർക്കാർ പറയുന്നു കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു. ഈ സർക്കാർ എന്താ കാണിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന ഇരട്ടിയായി കാണിക്കുക. വയനാടിന് ഒരു വീട് വെച്ച് കൊടുത്തു. വയനാടോട് അന്യായം കാണിക്കുന്നത് എന്താ? കോൺഗ്രസ് ജയിക്കുന്നു, കോൺഗ്രസിൻ്റെ MP അവിടെ ജയിച്ചു. ഇത് തന്നെ കാരണം ഇല്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ MLA-മാർക്ക് ഞങ്ങൾക്ക് 5 കോടിയും ബാക്കിയുള്ളവർക്ക് 10 കോടിയും കൊടുക്കണേ? അപ്പം ഗവൺമെൻറ്റിൻ്റെ നയം അങ്ങനെയാണ്. തുല്യതയില്ല. അവർക്ക് പാർട്ടിയാണ് വലുത്, അതിനനുസരിച്ച് അവർ പോകും. നിയമസഭയിലും ആ ഒരു വിവേചനം പിന്നെ അതെല്ലാം വ്യക്തമല്ലേ വിവേചനം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും UDF-ൻ്റെ പ്രതിഷേധങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല നിയമസഭയ്ക്കകത്ത്. അതെ, അതിപ്പോൾ ഈ ഗവൺമെൻറ് മാത്രമല്ല, ഡൽഹി ഗവൺമെൻറ്റും അങ്ങനെയല്ലേ. രണ്ടുപേരും
പ്രതിഷേധങ്ങൾ നാട് അറിയാതിരിക്കുവാൻ, കാണാതിരിക്കുവാൻ ഈ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട്, ജനങ്ങളെ ഭയന്നുകൊണ്ട് എല്ലാം കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്യാതൊന്നും പ്രതിഷേധം ജനം അറിയാതിരിക്കുന്നില്ല, അറിഞ്ഞിരിക്കും. ശക്തമായ സമരം ഇനിയും നടക്കും. നമ്മുടെ യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവ MLA-മാരുടെ കാര്യം പറയുമ്പോൾ സാറാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും, ഈ ഒരു സൗഹൃദങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിനകത്ത്? അല്ല, ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമല്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണ ദിവസം വരെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാനായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാഗമല്ല. ഞാനിപ്പം കോൺഗ്രസ്സിലാണ്. അപ്പം യൂത്ത് കോൺഗ്രസ്സിൽ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ഞങ്ങളെല്ലാം ചെറുപ്പം തൊട്ടേ കളിച്ച് വളർന്നവരും. ഇപ്പം ഷാഫി ആണെങ്കിലും രാഹുലാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ബൽറാം ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ. ഹൈബി ഈഡനാണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി നീണ്ട നിരയുണ്ട്. അവരെല്ലാം ഓരോ പൊസിഷനിലേക്ക് എത്തി കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പക്ഷേ സൗഹൃദം ഇപ്പോഴും ഉണ്ട് എല്ലാവരും? തീർച്ചയായിട്ടും എല്ലാവരോടും സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും ഒക്കെ. കാരണം എല്ലാവരും കാണാൻ പറ്റത്തില്ല, നമ്മൾ നമ്മുടേതായ മേഖലയിലാണല്ലോ. ഇടയ്ക്ക് കാണുകയും സന്തോഷം, സൗഹൃദമൊക്കെ പുതുക്കാറുണ്ട്. ഷാഫി പറമ്പിലേക്കൊന്നും നിയമസഭയിൽ ഇനി മിസ് ചെയ്യുന്നു, കാരണം ഡൽഹിക്ക് പോയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം നിയമസഭയെ കാണേണ്ട ഒരാളായിരുന്നു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തന്നെ ഉണ്ടായി ഇത് ശക്തമായ ഒരു സമരം മുഖത്ത് തന്നെ നിൽക്കണമെന്ന്. പക്ഷേ അതിനെക്കാട്ടി ശക്തമായ സമരം നയിക്കാൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നയിക്കാൻ അദ്ദേഹം പോകുന്നു. അപ്പോൾ നമുക്കൊരു വിഷമമുണ്ടെങ്കിലും അവിടെ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ സമയത്ത് പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മുന്നണി വിപുലീകരണമാണ് UDF-ൻ്റെ മുമ്പിലുള്ളത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ മുന്നണിക്കൊപ്പം വരണമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, കേരള കോൺഗ്രസ് മാണി എന്താ പറയുക, കോൺഗ്രസിൻ്റെ മാത്രമല്ല UDF-ൻ്റെ അവിഭാജ്യ ഒരു ഘടകമാണ്. മാണി സാർ ഒരു സ്ഥാപകനാണ്. മാണി സാറിനെ എന്തുമാത്രം CPM ആക്രമിച്ചു. മാണി സാറിൻ്റെ പേരിൽ ഒരു അസംബ്ലി തന്നെ അടിച്ചു കയർത്തു. മാണി സാറിനെ പറയാൻ ബാക്കിയൊന്നുമില്ല. അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം മോരും മുതിരയും പോലെയാണ്. ഏകാധിപത്യമാണ് അവിടെ ഉള്ളതെങ്കിൽ ജനാധിപത്യ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് സഹിച്ച് അവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ അവർ വരണമെന്നാണ് താങ്കളും ആഗ്രഹിക്കുന്നത് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ജനാധിപത്യ പാർട്ടികളെല്ലാം ഒന്നിച്ചുണ്ടാകണം, ഒന്നിച്ചുണ്ടാകണമെന്നാണ് മാണി സാറും ആഗ്രഹിക്കുക, എൻ്റെ പിതാവും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പം അവർ ഈ വൈകാതെ തന്നെ UDF മുന്നിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കല്ലേ? അല്ല, അതൊന്നും ഞാനത് പറയാനാളില്ല. അതൊക്കെ പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും അവരുടെ നേതൃത്വമൊക്കെയാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് PV അൻവർ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. താങ്കൾ എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അത് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. ഈ പറഞ്ഞ ഞാൻ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് ഞാൻ ചോദിച്ചത് പല സമയത്തും ഒക്കെ ഉമ്മൻചാണ്ടി സാറിനൊക്കെ വലിയ രീതിയിൽ ആക്രമിച്ച ഒരാളാണ്, സൈബർ ആക്രമണം അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ ആക്രമിച്ച ആളാണ് PV അൻവർ. CPM വിട്ട് അല്ലെങ്കിൽ CPM-ൻ്റെ ഒപ്പം വിട്ട് അത് കോൺഗ്രസിലേക്ക് പ്രവേശിക്കുമ്പോൾ താങ്കൾ എങ്ങനെ കാണും? അല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? സരിൻ തലേ ദിവസം വരെ എന്താ പിണറായി വിജയനെ പറ്റിയും ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞു. സരിന് സ്ഥാനാർത്ഥിയാണെങ്കിൽ രാഷ്ട്രീയമാകുമ്പോൾ നിലപാട് മാറ്റി തെറ്റ് തിരുത്തി ആർക്കും ഏത് പാർട്ടി വേണേ വരാനും. ഈ സരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് ഈ മുന്നണി അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്ന നിലപാടിനോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശരിയായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ സീറ്റ് കൊടുത്തതാണ്. അടുത്ത സീറ്റ് ഒരു വർഷം കൊണ്ട് കാത്തിരുന്നാൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യാൻ അദ്ദേഹം ക്ഷമ കാണിച്ചില്ല എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല. വെയിറ്റ് ചെയ്യണമായിരുന്നു. 100%. ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇത് ഒരു പഞ്ചായത്തിൽ പോലും ആവാൻ പറ്റാത്ത സാഹചര്യമില്ലേ? അവരെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് മരിക്കുകയല്ലേ? ഇപ്പം നിങ്ങൾ ഈ പാർട്ടിയിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പം എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് ചെയ്തത് ഏറ്റവും വലിയ ഒരു തെറ്റായ ഒരു കാര്യമായിരുന്നു. ഈ പല സമയത്തുമൊക്കെ നേതൃത്വത്തിനെതിരെയൊക്കെ അല്ലെങ്കിൽ തുറന്നടിക്കുന്ന സമീപനം മുരളീധരനൊക്കെ സ്വീകരിക്കാറുണ്ട്, വിമർശിക്കുന്നതിലാണ്. അത്തരത്തിൽ പരസ്യ ഒരു വിമർശനം നിലപാട് ശരിയാണോ? ആരാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെ കാണാത്ത സാഹചര്യം ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ പറഞ്ഞത് ഈ പരസ്യമായ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിമർശനം അല്ല, അതൊക്കെ ഓരോരുത്തരും അവരവരുടെ എന്താ പറയുക അവരുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ പൊതുവെ പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാർട്ടൂണൊക്കെ കാണാറുണ്ട് താങ്കൾ? കാണാറുണ്ട്. പലപ്പോഴും ട്രോളുകളൊക്കെ ഇറങ്ങാറുണ്ട്. ട്രോളൊക്കെ നമുക്ക് സന്തോഷമല്ലേ? ഒന്നുകൂടെ പോസ്റ്റിംഗ് കിട്ടുന്നതാണോ? അല്ല, നെഹ്റുവിൻ്റെ ഒരു സമീപനമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് കാർട്ടൂണുകൾ എൻജോയ് ചെയ്യുന്ന, അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം.
ഇന്നും കോൺഗ്രസ് തുടരുന്ന പാരമ്പര്യം. ആരെങ്കിലും വിമർശിച്ച് ആരെങ്കിലും കാർട്ടൂൺ എഴുതിയ ഉടനെ അവനെ ആക്രമിക്കുകയും ഇല്ലാത്ത കഥകൾ അവരെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് പാരമ്പര്യമല്ല. അതിനൊക്കെ ഒരു ഭാഗത്തൂടെ തള്ളിക്കളയുന്നു അല്ലേ? തള്ളിക്കളയുന്ന എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഒരു തോട്ട് ആ സെക്കൻഡിൽ ആ തോട്ട് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. ആ തോട്ട് വന്ന് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അത് പറഞ്ഞോട്ടെ. ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്, ഈ വികസന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിലപാടെടുക്കുന്ന കാര്യത്തിലും? അല്ല, ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ നിലപാട് എൻ്റെ പിതാവ് എടുക്കുമ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ രീതിയിൽ നേതാവായ വ്യക്തിയാണ്. ഞാൻ എൻ്റെ തലത്തിൽ പ്രവർത്തിച്ച്, ഡൽഹിയിൽ പ്രവർത്തിച്ച്, ദേശീയ തലത്തിൽ പ്രവർത്തിച്ച്, സംസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ വന്നൊരാളാണ്. ഞങ്ങൾ തമ്മിൽ കമ്പാരിസൺ ഇല്ല. അദ്ദേഹം സൂര്യനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ വെളിച്ചം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതേപോലെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പം എന്താണ് പ്രശ്നം? അദ്ദേഹത്തെ പോലെ ആവുന്നതാണോ പ്രശ്നം, ആവാത്തതാണോ പ്രശ്നം? രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. രണ്ട് വിമർശനം ഒരുമിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ വിമർശനം എന്ന് വന്നാലും എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി വിട്ട് ഞാൻ മാറില്ല. പുതുപ്പള്ളിക്കാരുടെ ചാണ്ടിയുമ്മനായി എന്നും അവർക്കൊപ്പം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും. ഞാൻ പുതുപ്പള്ളിയുടെ എന്താ പറയുക, ഞാൻ വിചാരിക്കാത്ത രീതിയിൽ അവിഭാജ്യ ഘടകമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം, ഈ MLA ശേഷം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും മധുരമുള്ള ഓർമ്മകൾ എന്താ? രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നത് നമുക്ക് സൗഹൃദങ്ങളോ, രാഷ്ട്രീയ സൗഹൃദങ്ങളൊക്കെ? രാഷ്ട്രീയ സൗഹൃദം ഒത്തിരി പേരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുവാനും സംസാരിക്കുവാനും കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. ഇപ്പോൾ MLA ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര അവസരം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസരം ലഭിച്ചു തന്നെയാണ് വലിയ ഒരു ഭാഗ്യമായിട്ട് വരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയാണ്. അതിനു മുമ്പ് മണ്ഡലത്തിൽ നേരത്തെ നമ്മൾ സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞു, അത് കൂടാതെ എന്താണ് ഇനി മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? തൽക്കാലം ഇത് തന്നെ. ഞാൻ ഈ വീടുകൾ വെക്കുന്നത് തന്നെ 50 വീടിൻ്റെ ബേർഡൻ എനിക്ക് വലിയ ബേർഡനാണ്. എനിക്ക് 5 കോടി രൂപ അതിൻ്റെ മൊത്തം തീർക്കേണ്ടതുണ്ട്. ഞാൻ ഞാൻ മേടിക്കില്ല, കോൺട്രാക്ടർ നേരിട്ട് മേടിക്കുക. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ് എനിക്ക്. അത് തീർക്കാൻ ഉള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എന്താണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടത്? അല്ല, പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, റോഡ്സ് ഒരു പ്രശ്നമാണ്. റോഡ്സിൻ്റെ കാര്യത്തിൽ MLA നിലയ്ക്ക് എനിക്ക് പരിമിതിയുണ്ട്. 2 വിഭാഗം റോഡാണുള്ളത്. ഒന്ന് PWD, മറ്റേത് പഞ്ചായത്ത്. PWD റോഡ്സ് ഗവൺമെൻറ് കയ്യിലുള്ളതാണ്. അവരുടെ അടുത്ത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു നിലപാടിലല്ല അവർ കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു തരത്തിൽ അവർക്ക് ഒരു ബ്യൂറോക്രസിയുടെ ഒരു സ്ലോ ഗോയിങ് ഉണ്ട്. അതിപ്പം ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ല, ബ്യൂറോക്രസിയുടെ ഫങ്ഷനിങ്ങിൻ്റെ പ്രശ്നം കൂടിയാണ്. പ്രത്യേകിച്ച് ജൽജീവൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ റോഡ് പൊളിച്ചിരിക്കുകയാണ്. അവരടുത്ത് ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തുകളുമായിട്ട് കരാറുണ്ട്, ചില പഞ്ചായത്തുകൾ അവർ നന്നാക്കിക്കോളാം എന്ന് പറയുന്നു, മറ്റു ചിലത് PWD ഏൽപ്പിച്ചിരിക്കുന്നു. PWD ഏൽപ്പിച്ചത് നടക്കുന്നു, പക്ഷെ പഞ്ചായത്തുകൾ ഏൽപ്പിച്ച് അവർ ചെയ്യുന്നില്ല. ഇപ്പം അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻ റോഡിനെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ പിതാവ് സ്വപ്നം കണ്ടിരുന്നു. അത് ഒന്നും ചെയ്യാൻ സർക്കാരിന് അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു പാലം പണിഞ്ഞതിൻ്റെ പില്ലർ മാത്രം അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു അവഗണന സർക്കാർ നടത്തുന്നു. സർക്കാരാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെ ഒരു മണ്ഡലത്തിലൂടെ അവിടുത്തെ ജനങ്ങളും ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവരെ ഒരേപോലെ കരുതുവാൻ സർക്കാർ തയ്യാറാണ്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള തുക അനുവദിക്കണം സർക്കാർ അല്ലേ? 100%. ഞാൻ 8 വർഷമായിട്ട് പാലത്തിൻ്റെ കുറുകെ, അല്ല നദിയുടെ കുറുകെ പാലത്തിൻ്റെ തൂണുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പില്ലറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ് ഇത്ര മടി? ആർക്കാണ് മടി? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സെൻ്ററാണത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയാനുള്ള ഇൻപേഷ്യൻ്റിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. 8 വർഷമായി. ഗവൺമെൻറ് കൂടുതൽ സജീവമായി ഇക്കാര്യത്തിലൊക്കെ ഇടപെടണമെന്നുള്ളതാണ് എൻ്റെ. ഇപ്പം കോൺഗ്രസിൽ പുനഃസംഘടനയൊക്കെ വരാൻ പോവുകയാണ്. പലരും പറയുന്നു സുധാകരൻ സാർ മാറണം, പ്രസിഡന്റ് മാറണം, പുതിയ ആൾ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ചർച്ച കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ? അതിലാണ് അങ്ങനെ ഡിസ്കഷനേ ഇല്ല. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സാധാരണ പുനഃസംഘടന വരുമ്പോൾ പലപ്പോഴും തർക്കങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഒരു തർക്കവും ഇപ്പോൾ അവിടെ ഇല്ല. തർക്കങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ ഒരു തർക്കങ്ങളില്ലാതെ തന്നെ ഇത്തവണ പുനഃസംഘടന പൂർത്തീകരിക്കും. അതെല്ലാം പാർട്ടി നോക്കിക്കോളും. നമുക്കറിയാം, പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ ഏതാ? അദ്ദേഹം ഈ അമേരിക്കയിൽ പോയൊരു ഓർമ്മ ബാക്കിയുണ്ട്.
അത് എൻ്റെ 8ാം ക്ലാസ്സിലായിരുന്നു. അമേരിക്കയിൽ ഞങ്ങൾ പോകുമ്പോൾ ആദ്യം ലണ്ടനിൽ പോയി. എൻ്റെ ഫാദറിൻ്റെ റിലേറ്റീവ്സിനോടൊപ്പം എൻ്റെ മദറിൻ്റെ സിസ്റ്ററിനോടൊപ്പം ഒക്കെയാണ് ഞങ്ങളവിടെ നിന്നത്. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ജീവിതത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്ന് ആക്റ്റീവ് അല്ലാത്ത, വെച്ചാൽ എപ്പോഴും യാത്ര ചെയ്യുന്ന, ഞങ്ങളുടെ ഒപ്പം നിൽക്കാത്ത ഒരാളെ കാണുന്ന അവിടെ വെച്ച് മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്നപ്പോഴും ഇതേപ്പോഴാണ്. പക്ഷെ അദ്ദേഹം സംസാരിച്ചാൽ ഭയങ്കര തമാശകൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് വണ്ടിക്കകത്തിരുന്ന് അമേരിക്കയിൽ പോകുമ്പോൾ തമാശകളൊക്കെ പറഞ്ഞ് പോകുന്നത്. ഒരു റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത്. 6 മണിക്കൂറാണ് കാർ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6 മണിക്കൂറിൽ കുറേ തമാശ പറയും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വണ്ടിയിൽ കയറിയാൽ അതേ ഒപ്പം ഉറങ്ങും. ഇത് രണ്ടും ഞാൻ അന്നാണ് എൻ്റെ പിതാവിനെ കുറിച്ച് ഞാൻ നോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തമാശകളൊക്കെ പറയുകയും ആക്റ്റീവായിരിക്കുന്ന, അതേസമയം ആക്റ്റീവായിരിക്കുന്ന വെച്ചാൽ പൊളിറ്റിക്കലി ആക്റ്റീവ് അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫിൽ ആക്റ്റീവായിട്ട് കാണുന്നത് അതൊക്കെ അപ്പോഴാണ്. വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഉമ്മൻചാണ്ടി സാറ് വരുന്ന കാറിൽ നമ്മൾ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറെ നമ്മൾ തിരഞ്ഞു നോക്കണം. കാരണം അത്രയും ആൾക്കാർ കാറിനകത്തുണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്വയം എന്താ പറയുക, അങ്ങനെ മറ്റുള്ളവരെ കരുതുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പം എതിരാളികളെ പോലും സ്വന്തമായി കരുതുന്ന ഒരു നേതാവായിരുന്നു എന്ന് ഞാൻ പറയാം. കാരണം ഒരിക്കൽ ഓർമ്മയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കാണാൻ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആളായിരുന്ന ആളെ പെട്ടെന്ന് അവസാനം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ ആവശ്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പനെ വേണമെന്ന് പറഞ്ഞു. അപ്പം അപ്പയായിട്ട് അങ്ങനെ കുറേ തമാശ, അപ്പം ചിരിച്ചു. കാരണം ആളാരാ നോക്കാതെ നോക്കാതെ വന്ന് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ച കാര്യം അതാണ്. അതായത് മുഖം നോക്കാതെ ആരോ ആണെങ്കിലും പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുന്നൊരു നേതാവ് അത് വിരളം. എന്തായാലും ചാണ്ടി സാറായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മകളും ഒക്കെയായിരുന്നു നമ്മളുമായി പങ്കുവച്ചത്. നന്ദി. താങ്ക് യു.